ഹായ് ഗൈസ് എന്തൊക്കെയാണ് വെച്ചാൽ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഒരു പ്രോഗ്രാം കേട്ടോ, ധർമ്മടം ബീച്ച് ഫെസ്റ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുന്ന് തറക്കത്തി നമ്മളെ ഒരു പാട്ടുകാരനെ ഇവിടുന്ന് കൂട്ടണം, ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് കൂട്ടണം നേരെ പോകണം. ഇപ്പോൾ 7:20 കേട്ടോ, ഒരു 8 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അപ്പോൾ ധർമ്മടം ബീച്ച് ഫെസ്റ്റിലേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം. ഇപ്പോൾ എത്തിയാട് വിടാം കേട്ടോ. പിന്നെ ബ്ലോക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കി ചെയ്യാം. ഇന്നലെ പരിപാടി ഉണ്ടെന്ന് അറിയാം. ഇന്നലെ ഉണ്ടായിന് നമ്മളെ പാഞ്ഞൂരും കഴിഞ്ഞിട്ട് കുറച്ച് പോകാനുണ്ട്, ഒരു ഹൗസ് വാമിങ്ങോ കുടിയൽ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിന് കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. ഓക്കെ, പിന്നെ വീഡിയോ ലൈക്കാണ്, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഓക്കെ, ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം വലിയ ഭയങ്കരമായ ലെങ്ത്തൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ചെറിയ വീഡിയോസാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം, നമുക്ക് വന്നവിടെ വിടാം. ഗായ്സ്, ഞാൻ എൻ്റെ വണ്ടിയുടെ വെച്ചേട്ടോ, മറ്റവൻ്റെ വണ്ടിയിലാണ് പോകുന്നത്, ബൈക്കിനാണ് പോകുന്നത്. എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ ജോനപ്പുറമുണ്ട്. ഹെൽമെറ്റ് എടുത്തിന്, ഹെൽമെറ്റ് നിർബന്ധം. അപ്പുറം കിടക്കാം. ഫുൾ വണ്ടിയോ, ഭയങ്കര വണ്ടി. വാ പൊളിക്കൂലേ? അല്ല സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങത്തിരി കാണാം കേട്ടോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ധർമ്മടം ബീച്ച് ഫെസ്റ്റിൻ്റെ അവിടെ എത്തിയാട്ടോ. പാർക്ക് ഇതാ, ഇത് എൻട്രൻസ്. നീടെ വണ്ടി സൈഡാക്കും, ഇത് എൻട്രൻസ് കേട്ടോ, വണ്ടി സൈഡാക്കും. ഇതാ കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഇവിടെ ഒരു കടലക്കാരുണ്ട്. ഹെൽമെറ്റ് അങ്ങോട്ടേക്ക് എടുക്കാം അല്ലേ? ഹെൽമെറ്റ് അങ്ങോട്ടേക്ക് എടുക്കാം. ആ വേണ്ട, ഇത് ഇവിടെ വെക്കപ്പാ, ഇവിടുന്ന് ആരും എടുക്കുകയും ചെയ്യും. ഇവിടെ വെക്കാം, അത് വണ്ടിക്ക് വെച്ചിട്ടുണ്ട്, മതി. ബാ, വെള്ളം കുറവാ, എന്താ അവസ്ഥ എന്നറിയില്ല. ഇതാ ബീച്ച് പാർക്ക് ധർമ്മടം 2024 അത് 24 വെച്ചാൽ തോന്നട്ടാ. കടൽക്കാറ്റിൻ്റെ കുളിരും മനം നിറയെ സന്തോഷവും ധർമ്മടം ബീച്ച് ഫെസ്റ്റ് 2025. ഫുള്ള് പോട്ടാൽ ഇതാ. ഓയ്, അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ കാഴ്ചകൾ കാണണം. കാണിച്ചു തരാം, ഇതൊന്നുമില്ലല്ലോ കാണിച്ചു തരുന്നതിൻ്റെ എന്താ. ആ വണ്ടിയിൽ ഇരുന്നിട്ട് എൻ്റെ എല്ലാം പോയാച്ച്, ചന്തിയെല്ലാം പോയാച്ച്. ഇതന്നെ സ്റ്റേജ് തന്നെ ഈ കാണുന്ന. ഇനി അപ്പുറം കുറേ ഉണ്ട്, ആടിയിടെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. അങ്ങോട്ടാന്ന് കളിക്കുന്നതും കറങ്ങുന്നതും തിരിയുന്നതും മറിയുന്നതും ഒക്കെ കേട്ടോ. അങ്ങോട്ടേക്ക് ആ കാണുന്നത് അങ്ങോട്ട്, അതന്നെ സ്റ്റേജ്, ആ കാണുന്നത് അതന്നെ. അങ്ങനെ ഇവിടെ എത്തിയേട്ടാ. ഇതൊന്ന് ഡ്രസ്സ് ചെയ്യണോ, പെട്ടെന്ന് ഡ്രസ്സ് മാറ്റും കേട്ടോ. ഡ്രസ്സ് മാറ്റി ഒന്നുമില്ല, ടീഷർട്ട് മാറ്റും, പരിപാടി തുടങ്ങണം. വീഡിയോ 2 പാട്ടുകാരുണ്ട് എന്ന് പറഞ്ഞു, എന്താ അവസ്ഥ അറിയില്ല, ആരാണെന്ന് അറിയില്ല, നോക്കാം. ഇവിടെ ആൾക്കാരെല്ലാം കറങ്ങുന്നില്ലെല്ലാം ഉണ്ട്, അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. കറങ്ങുന്ന ഊന മറ്റേ തോണിയതാ. ഇത് നമ്മൾ ഇന്നത്തെ പയറ്റിൻ്റെ സ്റ്റേജ്, ഇന്നലെ വീടുന്ന പയറ്റേണ്ടത്. കുറച്ച് കസേര ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ. അയ്യോ, ഓപ്പറേറ്റർ വന്ന് സെറ്റാക്കുന്നത്രേ, സെറ്റാക്കട്ടെ. അവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇതാ ഇത് പ്ലേ ഗ്രൗണ്ട് കണ്ടോ, പിള്ളേരെല്ലാം കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കണ്ടോ, കയറുന്നുണ്ടോ, ഊനാലുണ്ട്, ഇവിടെ സെറ്റപ്പെല്ലാം ഉണ്ട്. പിള്ളേർക്ക് കളിക്കേണ്ട സംഭവം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങത്തോളം ഉണ്ട് കണ്ടോ, പ്ലേ ഗ്രൗണ്ട് കണ്ടോ, അങ്ങത്തോളം ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ കയറാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ചോദിച്ചിട്ടില്ലല്ലോ. നമുക്കെന്തായാലും ടിക്കറ്റ് വേണ്ട, ബട്ട് എന്നാലും കയറുമ്പം ടിക്കറ്റിന് ആരും ചോദിച്ചിട്ടില്ല, ടിക്കറ്റ് എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ വന്ന് കയറി. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ സിംഗറാന്ന് പറഞ്ഞാൽ കയറിക്കുമെന്ന് പറയും. നമ്മൾ പിന്നെ പാടാൻ പരിപാടിക്ക് വന്നല്ലേ. പക്ഷേ ഇവിടെ ആരും ടിക്കറ്റ് കൗണ്ടറൊന്നും ഉണ്ടാവുമോ അമ്മപ്പാ. ഇനി ഇതിൻ്റെ ഉള്ളിൽ പാർട്സ് ഇതിനെല്ലാം ടിക്കറ്റ് ആണെന്നോ എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിക്ക് ഒരു ടിക്കറ്റ്, കറങ്ങുന്നതിലെല്ലാം കയറാൻ വേണ്ടിക്ക് വേറെ ടിക്കറ്റ്, അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. യാ മഴ പെയ്യാൻ സാധ്യത കേട്ടോ. വരുമ്പോൾ ചെറുതായിട്ട് മഴ, ചെറിയ ഒരു കുറച്ച് പൊടിഞ്ഞ്, ഒരുപക്ഷേ മഴ പെയ്യും. ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്, അവിടെ പോയി നോക്കട്ടെ. അവിടെ ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഐ ലവ് ധർമ്മടം ഐലൻഡ്.
അല്ല ഐ ലവ് ധർമ്മടം ഐലൻഡ്. ഇതൊരു കുഞ്ഞി ജീപ്പ് ഓടിക്കുന്നുണ്ടോ? ഐ ലവ് ധർമ്മടം ഐലൻഡ്. കിഡ്സ് ഐലൻഡ്. അത് കിഡ്സ് ഐലൻഡ്. ഇതാ ചന്ത, ഇതാ ചന്ത ചന്ത. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതാ സാധനമുണ്ട്. പിള്ളേർ ആക്കുന്നെല്ലാം സാധനമുണ്ട്. ഇത് കുറേ സ്ഥലമുണ്ട് കേട്ടോ, നല്ല സ്ഥലമുണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടോ. നല്ല വലിയ ഏരിയ കേട്ടോ, നല്ല സ്ഥലമുണ്ട് നടക്കാനും ആക്കാനല്ലോ, നല്ല സ്ഥലമുണ്ട്. ഇതാ ഓ വാവ്, ഇത് നോക്കിയേ. ഓ യാവ്, ചായ അടിക്കാൻ വെച്ചിട്ട് വന്നു. ഇതിൻ്റെ ഉള്ളിൽ ചായക്കട ഉണ്ട്, കുറച്ച് കടിയെല്ലാം കാണുന്നുണ്ട്. ഇതാ പഴംപൊരി. ഏതാ പഴംപൊരി? ഇത് ഇത് അത് കിഴങ്ങൂരി. ഇതും പഴംപൊരി. ഇതെന്തോ ഒരു പഴംപൊരി, ഇത് വേറെ പഴംപൊരി. രണ്ട് ടൈപ്പ് പഴംപൊരി. പിന്നെ ഉപ്പിലിട്ടുള്ളതുണ്ട്, അതൊന്നും വേണ്ട. ഇങ്ങനത്തെ എല്ലാം എന്തോ കുറേ കണവണ സാധനങ്ങളുണ്ട്. ചായ കൊണ്ടിട്ടുണ്ട്. കിഴങ്ങൂരിയാ ഇപ്പോഴത്തെ എവിടെയോ അനക്കൊന്നും കൊണ്ടോ പൊട്ടിക്ക് വേണ്ടടാ. ഇത് മതി, നമ്മ തിന്നോക്കട്ടെ. നമ്മ അത് തിന്ന് നോക്കട്ടെ, ഒന്ന് പൊട്ടിച്ചിട്ട്. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത എന്ത് തേങ്ങ ഇത്? പുള്ളിയാ? കപ്പക്കേങ്ങ. കുഴപ്പമില്ല. ചായ കിട്ടി, കുഴപ്പമില്ല, മോശമില്ല. ഈ ചായൻ്റെ കടയെന്ന് പറഞ്ഞേ അവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞ് എന്താ ആൾക്കാരെല്ലാം നേരത്തെ വന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് ആൾ കുറവാന്നല്ല. അപ്പോൾ പറഞ്ഞു ആൾക്കാരെല്ലാം നേരത്തെ വന്നിട്ട് പോയി. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഭയങ്കര റഷായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഗൈസ് അങ്ങനെ പരിപാടിയാണ് കേട്ടോ. വീഡിയോ ഒന്നും പാടുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. എന്താ ചെറിയ 2 PC എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്ത കേട്ടോ. അപ്പോൾ പോവാ ഇവിടുന്ന് വിടാം കേട്ടോ. ഗൈസ് നമ്മളുണ്ടല്ലോ കണ്ണൂർ, ഏകദേശം കണ്ണൂർ എത്തിയതാ. അതായത് മിംസ് ഹോസ്പിറ്റലല്ലേ ആ ഭാഗത്തെത്തിന്. അപ്പോൾ ഇവൻ പറയുന്നത് ഇവൻ്റെ മൊബൈലിലെ ചാർജറും അതുപോലെ ഹെഡ്സെറ്റ് ഉണ്ട്, പുതിയ ഹെഡ്സെറ്റാണ്. അപ്പോൾ അതും മറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ചാർജർ കുത്തീനി. അപ്പോൾ സാധനയുടെ ചാർജർ കുത്തീനി, എടുക്കാൻ വിട്ടുപോയി. നേരെ ചവിട്ടി വിട്ടി ഇങ്ങോട്ടേക്ക്. ഉണ്ട് എന്താ അവസ്ഥ? കിട്ടിയില്ല? സാധനം കിട്ടിയാ? എൻ്റെ മോനെ, എവിടെ നിന്നാണ് അമ്മ വരുന്നത്? വണ്ടി ഇത് അടിച്ചങ്ങ് ഈരുള്ളൊക്കെ അടിച്ച് ഈരുള്ളൊക്കെ കയറ്റിയത്. സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ ഇവൻ വെച്ചത്. ഇവിടെ എവിടെ വന്ന് ഈ ബോക്സ് ഇല്ലേ ഇവരെ സൗണ്ടിൻ്റെ ബോക്സിൻ്റെ അവിടെ ബോർഡുണ്ട്, ചാർജിങ് ബോർഡുണ്ട്. അവിടെയാണ് ചാർജ് വെച്ച്. ഇതൊക്കെ ആരും ഇല്ലാട്ടോ, എല്ലാവരും പോയി. അവിടെ ഒരുത്തിന് ഇരിക്കുന്നുണ്ട് അങ്ങാടെ, കണ്ട അവിടെ ഒരുത്തിന് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ആയി സമയമായി, 12 മണിയായിട്ടായി. ഇപ്പോൾ പോവാ. നമുക്ക് ഡൗട്ട് വെച്ചാലേ ആരോ ഇപ്പം ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച സാധനമായിട്ടാണ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടാണ്. ഏത് ഹെഡ്സെറ്റ് പിന്നെ വെച്ചാൽ ഓൻ്റെ മൊബൈലിൻ്റെ ഒറിജിനൽ ചാർജറാണ്. പുതിയ മൊബൈലാണ്, അതിൻ്റെ ഒറിജിനൽ ചാർജർ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യണം. ഇപ്പം അതിൻ്റെ പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിക്ക് പണി കിട്ടും. ബാറ്ററി ആ ക്യാമറക്ക് അല്ല, ആ മൊബൈലിന് ഏതാണ് ചാർജർ അങ്ങനെ യൂസ് ചെയ്യണം. കിട്ടിയാലും അങ്ങനെയുണ്ട്, എന്നെ അത് മാത്രം എടുത്ത്. അപ്പോൾ ആടെ അങ്ങനെ നമ്മളിവിടുന്ന് വീണ്ടും ഇറങ്ങി. എവിടെ നിന്നാണ് വരുന്നറിയാം. നമ്മൾ കണ്ണൂർ എത്തി. കണ്ണൂർ നമ്മൾ തിരിച്ചു വരുന്നു. എന്താ അവസ്ഥ?
ഇനി ആദ്യം നാട്ടിലേക്ക് കണ്ണൂരേക്ക് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയേട്ടാ കണ്ണൂർ. അപ്പോൾ സാധനം എത്തി. നമ്മളെ പ്രസാദം അടി തുടങ്ങി. എങ്ങനെ ഇരിക്ക്? രസമുണ്ടോ? ആവറേജ് ഉള്ള പോലെ പറയണം നമ്മൾ. ആവറേജ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ പുട്ടും പാർട്സും. ചിക്കൻ പാർട്സാ? എന്ത് പാർട്സ്? ചിക്കൻ പാർട്സ് കഴിച്ചോക്കട്ടെ. നല്ലോണം കറിയിൽ വെച്ചിട്ട് കാണുന്നുണ്ട്. ഉള്ളി കുറവാന്നല്ല. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, മോശമില്ല. ചെറിയൊരു എരിവുണ്ട്, കുഴപ്പമില്ല. നൈസാണ്. കറി അധികം അതുകൊണ്ടായിരിക്കും എരിവ്. രസമുണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. അല്ല കഴിക്കട്ടെ, വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് പോക്കായിട്ടാ. പിന്നെ പുട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പീസെല്ലാം അവിടെ തന്നെ വെച്ചിന്. നീയും വെച്ചിനല്ലേ? പുട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പീസൊന്നും കഴിച്ചിട്ടില്ലല്ലേ? എന്തിട്ടാണ് സംഭവം വെച്ചാല് എനക്കൊരു വലിയൊരു വിശ്വാസക്കുറവ്. അതന്നല്ലേ? കാരണം ഇവിടെ നിന്നെല്ലാം പഴകിയ ഭക്ഷണം പിടിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ കളറ് ഒരു റെഡ് കളറ്, റെഡ് കളർ, ഒരു റെഡ് കളറ് അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു. ഞാൻ ഇവനോട് പറഞ്ഞു ഞാൻ പീസ് കഴിക്കുന്നില്ല. ഭയ്യ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവനും ഉണ്ട് അതേപോലെ ഉള്ള പീസ് തേച്ച് അവിടെ വെച്ചിട്ട്. ഇല്ല അല്ലേ? നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അങ്ങനെ കഴിച്ചില്ലെങ്കിൽ എന്താ പറയാ, പണി കിട്ടും, വയറ്റിന് പണി കിട്ടും. ഒരു ചുവന്ന കളർ പീസല്ലേ? പീസെല്ലാം ഒരു ചുവന്ന കളർ. അതുകൊണ്ട് അങ്ങനെ വെച്ച് എന്നിട്ട് പുട്ട് മാത്രം കഴിച്ചിട്ട് വേഗം വന്നു. 150 റുപ്യ അല്ലേ? 150 റുപ്യ കേട്ടോ സെറ്റിന്. രണ്ടാക്കും കൂടിയിട്ട് 150 റുപ്യ. അത് ചായ കുടിച്ചില്ല, ചായ ഏതായാലും കണ്ണൂർ തൊളിക്കാൻ വെച്ച് അങ്ങനെ വിട്ട്. ഗായ്സ് അങ്ങനെ കണ്ണൂർ എത്തിയേട്ടാ. കണ്ണൂർ നമ്മളെ ചായ അടിക്കാൻ നിർത്തിയതാ. ഒരു ചായയും ഒരു അരിയുണ്ട്. ഇത്ര എണ്ണ അരിയുണ്ട്, മുട്ടയുണ്ട്. മുട്ട ഉണ്ട്, അരിയുണ്ട്. അരിയുണ്ട് ഇതാ അരിയുണ്ടോ? നല്ല അടിപൊളി സാധനം കേട്ടോ. അരിയുണ്ടോ? നൈസോ? ചായ ഇട്ട് നേരത്തെ ഉച്ചക്കാ രാവിലെ അന്നൊക്കെ കഴിക്കുന്ന സമയത്ത് പിടിങ്ങനെ കടിക്കുമ്പോൾ ചുണ്ടിൻ്റെ സൈഡ് കടിച്ചിട്ട് ഇപ്പം ചൂട് തട്ടുമ്പോഴത്തേക്ക് ഇത് വേണം. ശരിക്കും അറിയുന്നു. ഇവിടുന്ന പിന്നാന്ന് ഇവനെ കണ്ടേ. കുറച്ച് ദിവസം മുമ്പ് പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ കാസർഗോഡിലെ കാതർ കരിപ്പൊടി മിന്നാന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ്, ഒരു 5-6 ദിവസം മുമ്പ് വരാം. എവിടുത്തെ പരിപാടിയാ? മുഴപ്പിലങ്ങ ഡ്രൈവിംഗ് ബീച്ചിലെ പരിപാടി ഉണ്ടായില്ല, പ്രോഗ്രാം. ആ ദിവസം നമ്മൾ തിരിച്ചുകൊണ്ട് ഇരുന്ന് ചായ പിടിക്കാം. ആ സമയത്താണ് വീടുന്നുണ്ട് കാതർ കരിപ്പൊടി ചായ പിടിക്കുന്നത്. കണ്ടവിടെ മനസ്സിലായി. ചായ എങ്ങനെ ഇരിക്കും? നല്ലതല്ലേ? മിൽമൻ്റെ ചായ അടിപൊളി. എനിക്ക് കടിയൊന്നും വേണ്ട. ഭക്ഷണം കഴിച്ചെന്ന് പറയാൻ നിങ്ങൾ കുറച്ച് നൈജീരിയക്കാരല്ലേ? കുറച്ച് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാർ. കാണിച്ചരാ. ഇതെല്ലാം എവിടുന്നോ കളിച്ചിട്ട് വരുന്നേട്ടാ. കണ്ട 1, 2 അവിടെ ഇരിക്കുന്നുണ്ടോ ബൈക്കിൻ്റെ മുകളിൽ? അപ്പോൾ നമ്മളെ ഹീറോസിനോട് വിറ്റ് സംസാരിച്ചിട്ട് വരാതാണ്. ഹായ്, യു ഗുഡ് നെയിം? യു ഗുഡ് നെയിം? Napo. You're from? Africa. Are you from? Food here? Good. Like this food. This man. Your good name? Adam. Shiva. And he is Ashraf. Okay, nice to meet you. Nice to meet you. So why you do this video? YouTuber. Before what? YouTube. Blogger. Okay. So you need this to get more followers. വയസ്സ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട്ടാട്ടോ നേരെ നാട്ടിലേക്ക്. ഓക്കെ, കാൾടെക്സിൽ നിന്ന് വട്ടം ചുറ്റിയാണ് നേരെ ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അല്ല, നമ്മളെ റൂട്ടിലേക്ക് പോകാൻ. വീട്ടിലേക്ക് പോക്കെ എങ്ങനെ കണക്കന്നെ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വട്ടം ചുറ്റിയതാ. ഇനി നമ്മൾ കാൾടെക്സ് റൗണ്ട് അബൌട്ട്
റോഡിൻ്റെ വിട്ട് നേരെ അങ്ങനെ നാട്ടിലേക്ക്. ഓക്കെ ഗായ്സ് അങ്ങനെ ചെറുതും തർക്കത്തി അവിടെ ഞാൻ പോട്ടാ. ഓക്കെ ബൈ ബൈ, നെക്സ്റ്റ് കാണാട്ടാ, വിളിക്കാട്ടാ. അത് ശരി, ഞാൻ വണ്ടിയുടെ വെച്ച് ഇതെടുക്കുന്നത് പോന്നു. ഓക്കെ പോവാ പോവാം ഗൈസ്. അപ്പോൾ ഇനി നേരെ നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ ഇപ്പോൾ സമയം എന്താ പറയുക, ഇപ്പോൾ 1:40 1:40 ആ 1:40. ചെറുതും തർക്കയെ കൂടി ഇങ്ങനെ പോയാ ഷോപ്പെല്ലാം ക്ലോസ് ആണ്. ഞങ്ങളെ പള്ളിച്ചാൽ ചായക്കട ഉണ്ടാവും, പിന്നെ ചായ കുടിച്ചല്ല, ചായ വേണ്ട. ഇയാൾ തുറന്നിട്ടില്ല, നാസർക്ക് തുറന്നിട്ടില്ലേ? ഇല്ല കേട്ടോ, നാസർക്ക് തുറന്നിട്ടില്ല കേട്ടോ. തുറന്നിട്ട് പൂട്ടിയതാകുമ്പോൾ ഇല്ല, തുറന്നതിന് ഈ സമയത്തൊന്നും പൂട്ടൂല. രാത്രിയല്ല തുറക്കല്, വൈകിട്ട് മരുവിനായിട്ടാ തുറക്കല്. രാവിലെ വരെ ഉണ്ടാവും. ഇന്നെന്തോ പൂട്ടിയിട്ട് കിടക്കും, എന്താ അറിയില്ല. ഈ 1.5 മണിക്കെല്ലാം ഇരുന്ന് ചായ കുടിക്കുക, ആൾക്കാർ ചായ കുടിക്കുന്ന സമയമാണ്. 2 മണി 2:30 സമയത്തെല്ലാം ചായ കുടിക്കും. ആയിസ് അങ്ങനെ നെരുമ്പ് എത്തിയിട്ടാ. അവനാ വീട് വേണ്ടി പോയാ നേരെ വീട്ടിലേക്ക് കേട്ടോ. നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.